അപ്പോൾ ഇന്ന് മോർഫീസിൻ്റെ കുപ്പിയിലാണ് താജ്മഹൽ പണിയാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഒരെണ്ണം വർക്ക് ആവുന്നതേ ഉള്ളൂ കേട്ടോ. അത് ഞാൻ നാളത്തേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് ഓർത്തിരിക്കുകയാണ്. അപ്പം ഇവനെ നമുക്ക് പ്രത്യേകിച്ച് കളറൊന്നും കൊടുക്കേണ്ടി വരുന്നില്ല. അതിപ്പം പച്ച കളറിലെ കുപ്പി ആയാലും നീല കളറിലെ കുപ്പി ആയാലും ആ കുപ്പിയിലൊന്നും നമുക്ക് എക്സ്ട്രാ ആയിട്ട് കളറ് അടിക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ ആ ബ്ലൂ കളർ നല്ലൊരു ബ്ലൂ കളറല്ലേ. അപ്പം അതിലേക്ക് നമ്മൾ വൈറ്റ് കളറിലെ എന്തെങ്കിലും ഒരു പടം വരച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അത് നല്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ അതിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് പൂക്കൾ വരച്ച് വെക്കുക ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് പൂക്കളൊക്കെ വരച്ച് വെച്ച് എന്താ ആദ്യം നമ്മൾ ഒരു പൂവാണ് വരയ്ക്കുന്നത്. എന്നിട്ട് ഞാൻ നോക്കി എങ്ങനെ ഉണ്ട് ആ പൂ വരച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ടാണ് ബാക്കി എല്ലാം കൂടി ഞാൻ വരയ്ക്കുന്നത് കേട്ടോ. ഇപ്പം ഈ വീഡിയോ ഒരു 3 മിനിറ്റ് 4 മിനിറ്റുള്ള വീഡിയോ ആയിരിക്കും. ഈ വീഡിയോയ്ക്ക് പിന്നിൽ ഒരുപാട് സമയമുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് സമയം എടുത്താണ് ഒരു കാര്യങ്ങൾ ചെയ്യുന്നതും ഇതുപോലെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും എല്ലാം. അപ്പോൾ ചിലർക്കെങ്കിലും കാണുമ്പോൾ ഇതൊന്നും ഇത്രയ്ക്ക് വലിയ സംഭവമൊന്നുമല്ലല്ലോ, പിന്നെ ഇവിടെ ഇതിന് മാത്രം എന്നാ കാണിക്കാനുള്ളത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും കേട്ടോ. ഓരോരുത്തരുടെയും സ്റ്റൈലാണ്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത്. അപ്പം എൻ്റേതായിട്ടുള്ള സ്റ്റൈലുകളാണ് ഞാൻ ഓരോ വീഡിയോയിലും കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പം അതിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടായിരിക്കാം, നമ്മളെ ഇഷ്ടപ്പെടാത്തവരും ഉണ്ടായിരിക്കാം. എന്തായാലും നമ്മുടെ ചാനലിൽ 278 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണേ. അപ്പം എന്താ ഞാൻ ആ പൂക്കളെല്ലാം വരച്ച് കഴിഞ്ഞിട്ട് അത്രയും കൊണ്ട് തന്നെ നമ്മൾ ആ വർക്ക് കംപ്ലീറ്റ് ആക്കുന്നില്ല. ഇത് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നിങ്ങൾ വീഡിയോയിൽ സൂക്ഷിച്ചൊന്ന് നോക്കിയാൽ അറിയായിരിക്കും കേട്ടോ. എനിക്കിത് ഇങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. നിങ്ങളും അതുപോലെ തന്നെ ഒന്ന് വരയ്ക്കാൻ ശ്രദ്ധിക്കണേ. അപ്പം ഈ ബ്ലൂ കളറിൽ ചിലപ്പോൾ ചില ബിയർ ബോട്ടിലൊക്കെ കിടക്കുന്നതാണ്. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ കിടക്കുന്ന കാണുമ്പോഴത്തേന് അതിനങ്ങനെ വെറുതെ വലിച്ചെറിയാതെ ഇതുപോലെ ഓരോ അലക്കുലക്ക് പരിപാടിയൊക്കെ കാണിച്ച് വെക്കുകയാണെങ്കിൽ നല്ല രസമാണ് കാണാൻ വേണ്ടി. നമ്മൾ പുറത്തേക്ക് എറിയുന്ന സാധനങ്ങൾ നല്ല മനോഹരമായിട്ട് നമ്മുടെ വീടിൻ്റെ അകത്തിരിക്കുന്ന കാണുമ്പോഴത്തേന് ഒരു രസമുള്ള കാര്യമല്ലേ. അപ്പം നമുക്കൊരു സാറ്റിസ്ഫാക്ഷനൊക്കെ വരുമല്ലേ, എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റുമല്ലോ അല്ലേ. അപ്പം ഞാൻ അതിലേക്ക് കുഞ്ഞു കുഞ്ഞ് ഇലകൾ പോലെ നോക്കുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ, അങ്ങനെയും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനത് കുപ്പി ഫുള്ളായിട്ട് ഞാൻ അങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടും എനിക്കൊരു തൃപ്തി കുറവ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതിനകത്തേക്ക് വെള്ള ഡോട്ട്സ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വെള്ള ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടും എനിക്കൊരു ഭംഗി തോന്നാത്തതുകൊണ്ട് ഞാനതിൽ പൂവിൻ്റെ നടുവിലെല്ലാം കുറച്ച് മഞ്ഞ കളറ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. മഞ്ഞയും ചുവപ്പോട് കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും എനിക്കൊരു ഗ്ലാമർ തോന്നാത്തതുകൊണ്ട് ഞാൻ ആ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഇല്ലേ അതിലേക്കും കൂടി യെല്ലോയും റെഡും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടേ. അപ്പോൾ അങ്ങനെ ഞാനത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മണ്ടയിൽ കണ്ടല്ലോ അതുപോലെ ഓറഞ്ച് കളറോടെ വെച്ചിട്ടുണ്ടേ. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള കുപ്പികളൊക്കെ വഴിയിലോ എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കളയരുതേ. ഇങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ നമുക്ക് ചെയ്ത് വെക്കാമെന്ന് കേട്ടോ അതിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഒന്ന് ഷെയർ കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാവേ.